ഹലോ, എല്ലാവർക്കും ടേസ്റ്റി ഡോട്ട്സിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു മെക്സിക്കൻ റൈസിൻ്റെ റെസിപ്പിയാണ്. മെക്സിക്കൻ റൈസ് വിത്ത് കോക്കനട്ടാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്നതാണ്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസ് 2 കപ്പ് വാട്ടറിൽ സോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള, ഒരു 3 or 4 ടേബിൾ സ്പൂൺ കോക്കനട്ട്, അതുപോലെ ഷുഗർ, ടൊമാറ്റോ പേസ്റ്റ്. ഇവിടെ വെജിറ്റബിൾ കുക്ക് ചെയ്ത് വെച്ചതാണ്, മിക്സഡായിട്ട് ഞാൻ കുക്ക് ചെയ്ത് വെച്ചതാണ്. അതുപോലെ റൈസ് ഞാൻ ഇവിടെ വെള്ളം സെപ്പറേറ്റായി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ യെല്ലോ ദാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഒരല്പം 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറാകുന്ന ടൈപ്പിൽ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മിക്സായി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, പിന്നെ അതുപോലെ ദാലിപ്പം ഞാനിവിടെ ഒരു 2 hour സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ ഗ്രീൻ ചില്ലി, അതുപോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഷുഗർ, അതുപോലെ സോൾട്ട്, ആവശ്യത്തിനുള്ള സോൾട്ട് ആഡ് ചെയ്യാം. ഇതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം അതുപോലെ കോക്കനട്ട്, ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കോക്കനട്ട്. ഇതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വാട്ടർ എന്ന് പറയുന്നത് വെജിറ്റബിൾ കുക്ക് ചെയ്തിട്ടുള്ള വാട്ടറാണ്. അതുപോലെ ഒരല്പം പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരല്പം ഗരം മസാല ആഡ് ചെയ്ത് ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഒരു 5 minutes കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയുള്ള റൈസാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.